മറ്റു വാർത്തകളിലേക്ക്. ലോകശ്രദ്ധ ആകർഷിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒരണ പൈസ പോലും തന്നില്ലെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. എങ്കിലും പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയുടെ നിറം കെടുത്തരുതെന്നോർത്താണെന്നും മന്ത്രി പറഞ്ഞു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെയും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് തങ്കമണിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് തങ്കമണി ടൗണിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെയും മാത്യു മത്തായി തേക്കമല മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെയും ശിലാസ്ഥാപന കർമ്മമാണ് തങ്കമണിയിൽ നടന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ആ തുറമുഖം ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഉദ്ഘാടനം ചെയ്യണം. കാരണം എന്താ, ലോകമായിട്ടുള്ള ബന്ധമാണ്, ഇന്ത്യ രാജ്യത്തിന്റെ ആകെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമന്ത്രി തന്നെ ക്ഷണിച്ചത്. പക്ഷെ അതാണ് ആ പൈസ പോലും കേന്ദ്രം ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം നിർമ്മിക്കുന്നതിന് ഒരാണ് ആ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. അങ്ങനെ തന്നില്ലെങ്കിലും ആ തുറമുഖം ഉണ്ടായി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ തീരുമാനത്തിന്റെ ഭാഗമാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറനാക്കുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമടക്കം പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.